ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ വന്ന് കയറി ഞാൻ ജസ്റ്റ് ഒന്ന് കൈയും കാലൊക്കെ, ഞാൻ കുളിച്ചിട്ടില്ല, കൈയും കാലൊക്കെ ഒന്ന് കഴുകി, കാരണം എനിക്ക് എൻ്റെ ഹെയർ വാഷ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഞാനിപ്പോൾ കേളി ഹെയർ ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാൻ വേണ്ടി കുറേ സമയം എടുക്കും. അപ്പം ഞാനാദ്യം വിചാരിച്ചു കുളി കഴിഞ്ഞിട്ടാണോ നമ്മൾ ഫുഡ് കഴിക്കുക. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആകും. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ഫ്രഷായി. ഫ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയും കാലൊക്കെ ഒന്ന് കഴുകി ഫുഡ് കഴിക്കണം. എനിക്കാരും കുളിക്കാതെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം, കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഹോസ്പിറ്റലിൽ നിന്ന്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ നന്നായിട്ടൊന്ന് കൈയും കാലൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് വേണം കുളിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ലേറ്റായിട്ട് ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പം എനിക്ക് വിശക്കുന്നുണ്ട്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം കഴിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കഴിട്ടൊന്നും ഉണ്ടാക്കുമെന്ന് വേണ്ട. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ പുട്ടുണ്ടാക്കിയപ്പം കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കുക, പിന്നെ ഒരു ചായ വെക്കുക, ഒരു എഗ്ഗ് ആക്കുക, പിന്നെ ചെറുപയർ ഇരിപ്പുണ്ട്. അപ്പം അത്രയൊക്കെ മതി. അപ്പം ഞാൻ വിചാരിച്ചു കൂളി കഴിഞ്ഞിട്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ ആദ്യം ഒന്ന് എഗ്ഗൊക്കെ റെഡിയാക്കി, ചായയൊക്കെ റെഡിയാക്കി എൻ്റെ ഫുഡ് എടുക്കട്ടെ. അപ്പം ഞാൻ ചായ ഓവനിൽ വെച്ചു. ഇവിടെ ഉണ്ടോ അന്ന് നമ്മൾ നട്ട്സൊക്കെ പൊടിച്ച് വെച്ചത് ഇതുവരെ ഉരുട്ടിയില്ല, കാരണം നൈറ്റ് ആയതുകൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇപ്പം ഇത് തൽക്കാലം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് 2 സ്പൂൺ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ കോരി കഴിക്കാം. അപ്പം ഏകദേശം ഒരു ഉരുളേൻ്റെ അത്രയൊക്കെ ആകും. ഓക്കെ, അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് കുളിക്കുന്ന പരിപാടിയിലോട്ടേക്ക് പോവാം. തിന്നിട്ട് കുളിക്കുന്നതിനെ കണ്ടാൽ കുളിക്കണം എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ കൊണ്ടുവരുന്നത് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ എൻ്റെ തല നല്ലപോലെ എണ്ണയൊക്കെ വെച്ച് നല്ലൊരു മസാജൊക്കെ ചെയ്ത് കുളിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഈ തലയൊന്ന് ചീവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്ലാന്റ് ബേബീസിനെ നോക്കൂ. ഓക്കെ ഓക്കെ, ഞാൻ എന്താ പറഞ്ഞുകൊണ്ടത്? അപ്പം ഞാൻ എൻ്റെ തല ആദ്യം മുടി ഒന്ന് ചീവണം. കാരണം ഒരു 3-4 ദിവസമായിട്ട് ഇതിനകത്ത് എന്താ പറയുക, ചീപ്പ് തൊട്ടിട്ടില്ല. കാരണം ചീരി കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കത്തില്ല. അപ്പം എല്ലാ കേളി ഹെയർ ഉള്ള ആൾക്കാരും പറയുന്നതാണ്, എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആകെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം മാത്രമായിരിക്കും ഹെയറിൽ ചീപ്പ് വെച്ച് ചീവാറുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചീവാതെ ചുമ്മാ ചുട്ടിക്കെട്ടി ഓരോ അങ്ങനെ പോവുക ചെയ്യാറ്. അപ്പം തല മൊത്തം ക്ലിപ്പായി. ഇന്നലത്തെ ആയപ്പോഴത്തേക്കും എൻ്റെ കേൾസ് ഒക്കെ ഓൾമോസ്റ്റ് പോയി. പിന്നെ ഇങ്ങനെ ഞാനാണെങ്കിൽ ഒരു സ്ലീക്ക് ബണ്ണൊക്കെ ചെയ്തിട്ടാൽ പോയത്. ഇപ്പം അതൊക്കെ പോയി, ഫുൾ മുടിയൊക്കെ ഇങ്ങനെ, എനിക്കവിടെ ഇങ്ങനെ കുഞ്ഞു കുറേ മുടിയുണ്ട്, അതെല്ലാം ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം മുടി ഒന്ന് അഴിച്ച് ഒന്ന് നന്നായിട്ട് ചീവണം. എന്നിട്ട് വേണം നമുക്ക് ഓയിൽ വെക്കാൻ. ബാക്കിൽ ഇപ്പോഴും കുറച്ച് കേൾസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഫ്രിസി ആയി. ഫ്രണ്ടത്തെ കേൾസ് ഒക്കെ ഫുൾ പോയി. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിപ്പോൾ എന്തായാലും ചെയ്യാനും കുറേ സമയം എടുക്കും.
അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ മാക്സിമം ഇല്ല, കൈ വെച്ചിട്ട് നടക്കത്തില്ല. അപ്പം ഞാനാണെങ്കിൽ പോയിട്ട് എൻ്റെ ഒരു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെറുപിടിങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതൊക്കെ ചെയ്യപ്പെടും. അപ്പം അതെടുത്തിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ. ആക്ച്വലി എൻ്റെ നാച്ചുറൽ ഹെയർ ആക്ച്വലി ഇത്രയ്ക്ക് പ്രശ്നക്കാരല്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ കേളാക്കി വെച്ചത് കൊണ്ടായിരിക്കണം. അപ്പം ഇനി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം. ഞാനാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഓയിലും അതിൻ്റെ കൂടെ കുറച്ച് റോസ്മേരി എസൻഷ്യൽ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചില ദിവസം ഞാൻ റോസ്മേരി ഓയിൽ ആഡ് ചെയ്യും, ചില ദിവസം മറ്റേ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യും. പിന്നെ ചില ദിവസം എല്ലാ ദിവസവും ഞാൻ ഓയിൽ ചെയ്യാറില്ല, വല്ലപ്പോഴും ഞാൻ ഓയിൽ ചെയ്യാറുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ഓയിൽ ചെയ്യാറ്. അപ്പം ഇന്നെന്തായാലും റോസ്മേരി എസൻഷ്യൽ ഓയിലും പിന്നെ എൻ്റെ യൂഷ്വൽ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാദ്യം പോയിട്ട് മിക്സ് ചെയ്യാം. ഞാൻ എൻ്റെ ഓയിൽ ഉരുക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ബോട്ടിൽ മുക്കി വെച്ചേക്കുക. അപ്പം അതിപ്പോൾ എന്തായാലും ഉരുകി കാണും. അതെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പം ഈ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ. ഇനി ഇതിനകത്ത് ഞാൻ എപ്പോഴും ഓയിൽ മിക്സ് ചെയ്യാറ്. അപ്പം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യാൻ. ഓക്കെ, അപ്പം കൊച്ചിനെ നമുക്ക് ഹെയർ മസാജ് ചെയ്യാൻ പറ്റില്ലല്ലോ. നേരെ ടോയ്ലറ്റിൽ പോവാം. റോസ്മേരി ഓയിലിൻ്റെ ആ ഒരു ഭയങ്കര നല്ല മണമുണ്ട്. എനിക്ക് ഒരു നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും, ഓൾമോസ്റ്റ് എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുമായിരിക്കും. നമുക്കൊരു പ്രായത്തിൽ നമുക്ക് ഈ തലയിൽ ഇങ്ങനെ എണ്ണ വെക്കുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോഴത്തെ ഏജിലൊക്കെ ഇപ്പം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഹെയറൊക്കെ പോയി തുടങ്ങി. ഇനിയിപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കുന്ന ഹെയറൊക്കെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ മുട്ടയാകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പം ഞാനിപ്പോൾ ആ സ്റ്റേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് തീരാനായതുകൊണ്ട് ഞാനിപ്പം എനിക്ക് തോന്നുന്നു പണ്ടത്തേനേക്കാളും പണ്ട് ഒട്ടും കെയർ ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചും കൂടെ അങ്ങനെ ഇടയ്ക്കൊന്ന് ഓയിൽ വയ്ക്കുകയും പിന്നെ ഇതുപോലെ നട്ട് ബോൾ ഉണ്ടാക്കി കഴിക്കുകയും അങ്ങനെ കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് കെയർ ചെയ്യുന്ന പോലെ എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. വേറെ ഒരു സമയത്ത് എനിക്കൊന്ന് ഏകദേശം കുറേ കാലം ഞാൻ എണ്ണ വെക്കാറേ ഇല്ലായിരുന്നു. എനിക്ക് എണ്ണ വെക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ശരിക്കും നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ വെച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കുറേ സമയം ഇരുന്ന് മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു സുഖമുണ്ട്. ഇതുണ്ടോ, ഇത് ഞാൻ ഹെയർ മസാജ് ചെയ്യുന്ന വേറൊരു ടൂളാണ്. ഈ സാധനം ആക്ച്വലി നമുക്ക് ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈ വെച്ച് മസാജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് വെച്ച് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്. ഞാൻ ഇത് വെച്ചിങ്ങനെ ചുമ്മാ ഇടയ്ക്ക് മസാജ് ചെയ്യുക. നമ്മൾ ഓയിൽ ചെയ്യുന്ന ദിവസം ഞാൻ ഇത് വെച്ചിട്ട് മസാജ് ചെയ്യാറുണ്ട്. കൈ വെച്ച് മസാജ് ചെയ്യാം. ഇത് ഏകദേശം നമ്മളിങ്ങനെ തലയിൽ മസാജ് ചെയ്യുമ്പോൾ പോലെ കൈ വെച്ച് ചെയ്യുന്ന പോലെ തന്നെയുള്ളത്. അപ്പം ഞാൻ ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഒരു 1 hour ഇങ്ങനെ
ഇരിക്കണം നന്നായിട്ട് ഓയിലാവാൻ വേണ്ടിയിട്ട്. ഈ വണ്ണ വരെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫിലിം കാണാം. ഒരു സെക്കൻഡ്. അപ്പം എന്തെങ്കിലും ഒരു ഫിലിം കണ്ട് ഒരു 1 hour ഇരിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വേണം. എന്നിപ്പോൾ ഞാൻ കിടക്കുമ്പോൾ ഒരു സമയമാവും. കാരണം ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇച്ചിരി ലേറ്റായിട്ട് ഉറങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല, കാരണം നേരത്തെ എണീക്കണ്ടല്ലോ. അപ്പം ഞാൻ ഇപ്പം സമയം എത്രയായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഹെയർ ഇനിയിപ്പോൾ 1 hour വെച്ച് വാഷ് ചെയ്ത് കേളി ഹെയർ മെത്തേഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനേക്കാളും കൂടുതൽ സമയം എടുക്കുന്നത് ഒരു 3-4 മണിക്കൂർ വെക്കാതെ ഞാൻ ഈ ഹെയർ ഉണങ്ങാൻ വേണ്ടി ഇരിക്കണം. കഴിഞ്ഞ 2 തവണയും ഞാൻ ഇങ്ങനെ ചെയ്തപ്പം എനിക്കതായിരുന്നു പ്രശ്നം. ഞാൻ ഇത് ഉണങ്ങാൻ വേണ്ടിയിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഹെയർ വാഷ് ചെയ്യാൻ നിൽക്കാതെ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ സാധാരണ നൈറ്റൊക്കെ ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഞാൻ വൈകുന്നേരം എണീറ്റ് ചെയ്യുമ്പോഴേ ഞാൻ തല കഴുകത്തുള്ളൂ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തും പരിപാടി പെട്ടെന്ന് തീർന്നു. പക്ഷെ ഇപ്പം കേളി ഹെയർ മെത്തേഡ് ചെയ്യുമ്പോൾ എനിക്ക് മറ്റേ ഡിഫ്യൂസറൊന്നുമില്ല. പിന്നെ ഞാനിത് ആകെ 2 തവണ ഇടുള്ളൂ. ഇന്നാകുമ്പോൾ 3ാമത്തെ തവണ. അപ്പോൾ ഡിഫ്യൂസറൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനാണെങ്കിൽ എയർ ഡ്രൈ ചെയ്യുമ്പം ഇതൊരു 3-4 മണിക്കൂർ എടുക്കും ഉണങ്ങാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് സോറി. അപ്പം അതുകൊണ്ട് ഞാൻ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫസ്റ്റത്തെ ടൈം ചെയ്തപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു 9 മണി കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫുൾ ഫിംഗർ കോയിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് 1 മണി. അപ്പോൾ പോലും എൻ്റെ ഹെയർ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഒരു 90% അല്ല 80% ഒക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഇനിയും സഹിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പം ഇപ്രാവശ്യം എന്തായാലും പകൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കാം. അപ്പം കുറച്ച് ലേറ്റ് ആയിട്ട് കിടന്നാലും വൈകുന്നേരം നേരത്തെ എനിക്കുണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു 1 hour കഴിയുമ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. എനിക്കാണെങ്കിൽ എന്താ കാണണമെന്ന് അറിയത്തില്ല. അപ്പം ഞാനാണെങ്കിൽ 1 മണിക്കൂർ എങ്ങനെ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ സിംഗം 2 സിനിമ കാണുക. ഇത് ഞാൻ കണ്ടിട്ടുള്ള സിനിമയൊക്കെയാണ്, പക്ഷെ ചുമ്മാ ഒരു രസം. എനിക്ക് തമിഴ് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനാണെങ്കിൽ യൂട്യൂബിൽ സിംഗം 2 കാണുക. അപ്പം ഏകദേശം ഒരു 1 hour ആയിട്ടില്ല, പക്ഷെ ഏതാണ്ടൊക്കെ ആയി. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ഉറക്കം വരാനൊക്കെ തുടങ്ങി. ഞാനാണെങ്കിൽ കണ്ണൊക്കെ തിരുമ്പി എൻ്റെ ഐലൈനറൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നത് പോയി കുളിക്കാം. ഇതിൽ കൂടുതൽ സമയം എനിക്ക് ക്ഷമയില്ല. ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങി ഞാൻ കിടക്കുമ്പോൾ ഒരു സമയമാകും. അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു 45 minutes ഒക്കെ എന്തായാലും ഇരുന്നു. അപ്പം ഇനി പോയിട്ട് ഞാൻ കുളി കഴിഞ്ഞിട്ട് വരാം. ഞാനാണെങ്കിൽ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 1 hour നീണ്ടു നിന്ന കുളിയായിരുന്നു. അപ്പം ഇനി വേണം ഹെയർ ചെയ്യാൻ വേണ്ടി. ലൈറ്റ് കുറവാണ് നമ്മുടെ, പക്ഷേ ഇങ്ങനെ വെയിൽ വന്നും പോയിരിക്കുന്നുണ്ടോ. അപ്പം ഞാനാണെങ്കിൽ ആദ്യം എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ട് വേണം ഹെയർ ചെയ്യാൻ. കാരണം ഇതൊരു ലോങ് പ്രോസസ്സാണ്. സ്കിൻ കെയർ കഴിഞ്ഞിട്ട് വേണം ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കിൻ കെയർ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരുപാട് വലിയ നീണ്ട സ്കിൻ കെയർ ഒന്നും ഇപ്പം ഇല്ല. ഇപ്പം ഞാൻ ആകെ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇത്രേ ഉള്ളൂ. എന്തോ വെച്ചേക്കുന്നത് ഇവിടെ ബാക്കിൽ കുറേ പിള്ളേരുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാ ദിവസവും എനിക്കറിയത്തില്ല ഇവരെത്ര സമയമാണ് പുറത്ത് കളിക്കുന്നതെന്ന്. കാരണം ഞാൻ എപ്പോൾ ഇരുന്നാലും ഇവരുടെ ഒച്ചപ്പാട് എനിക്ക് പുറത്തുനിന്ന് കേൾക്കാം. എനിക്കൊന്നും ഫുൾ ടൈം കളിക്കുകയെന്ന് തോന്നുന്നു ഇവർക്ക്. ക്ലാസ് ഒന്നുമില്ല, ഇപ്പോൾ സ്കൂൾ അവധി വല്ലതാണ് എനിക്കറിയത്തില്ല. ബട്ട് എപ്പോഴും എനിക്ക് ഒച്ച കേൾക്കാം. എപ്പോഴും പിള്ളേരിങ്ങനെ കളിക്കുന്നതിൻ്റെ ഒച്ച എനിക്ക് കേൾക്കാം. ഞാനാണെങ്കിൽ എൻ്റെ ഹെയർ തോർത്തിയിട്ടില്ല, കാരണം ഡ്രിപ്പിംഗ് വെറ്റായിരിക്കണം എന്നാണ് എൻ്റെ റിസർച്ചിൽ ഞാൻ കണ്ടത്. എനിക്ക് കേളി ഹെയറിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ എല്ലാ തവണയും ചെയ്യുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല കുറേ സമയത്ത് ഞാൻ ഫിംഗർ കോയിലിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്തത്. ഈ പ്രാവശ്യം എനിക്ക് അത്രയും ചെയ്യാനുള്ളൊരു
ക്ഷമയില്ല. അപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് ഒരു ചീപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ വീഡിയോയിൽ കണ്ടായിരുന്നു, ചീപ്പ് വെച്ച് ഇങ്ങനെ കോമ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി, കുറച്ചും കൂടെ ഈസിയാണ് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ട്രൈ ചെയ്യാം. ഞാൻ ലിപ് ബാം എടുക്കാൻ മറന്നായി. ബാക്കി ഞാൻ എൻ്റെ ഹെയർ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ഇനിയിപ്പോൾ എന്താ എനിക്ക് കൊടുക്കാൻ പോകാൻ വയ്യ. ഓക്കെ, നമുക്ക് ഹെയർ തുടങ്ങാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാൻ പോവാം. കാരണം ഈ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ നമ്മുടെ ഹെയർ കോംബ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ടൈമിൽ നമുക്ക് ചീപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. അല്ലെങ്കിലും ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ 2 ദിവസത്തേക്ക് പിന്നെ നമുക്ക് ചീപ്പ് എന്ന് പറയുന്ന ആവശ്യമില്ല. അപ്പം ഇപ്പോഴാണ് നമ്മൾ നമ്മുടെ ഹെയറിലുള്ള ഫുള്ള് ചെടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുന്നത്. ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഞാൻ ആക്ച്വലി എൻ്റെ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് വീഡിയോ എടുക്കാമെന്നാണ് ഓർത്തത്. പക്ഷെ ഇപ്പോഴത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ ഞാൻ കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ കാണിക്കാൻ മാത്രമൊന്നുമില്ല. കാരണം ഞാൻ ഈ പരിപാടി കേളി ഹെയർ ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല. ഞാൻ തന്നെ ആദ്യം ഒന്ന് ഇതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനാണെങ്കിൽ വിചാരിക്കുന്നത് വെറുതെ ഞാനത് നിങ്ങളെ കാണിക്കേണ്ടല്ലോ. ഞാൻ കാണിക്കുന്ന പൊട്ടത്തെറ്റാണെങ്കിൽ വെറുതെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതേ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഹെയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരാം, വെറുതെ നിങ്ങളെ കാണിക്കണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞു, മുടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പെഡലിനെ പോലെ ആയിരിക്കും. തല അധികം അങ്ങനെ അനക്കത്തൊന്നുമില്ല. കാരണം തൊടാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അത്ര എഫേർട്ട് ഇട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഫിംഗർ കോയിലും ഒക്കെ ചെയ്തു. പക്ഷെ എനിക്കത് ചെയ്യാനൊരു ത്രാണിയില്ല. ഇത് വേഗം ഒന്ന് ഉണങ്ങി എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്തു. അതുകൊണ്ട് അത്ര വൃത്തി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ സാരമില്ല, തൽക്കാലം അപ്പം ഇത്രയൊക്കെ മതി. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യണം എൻ്റെ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറേ സമയം എടുക്കും. അത് കഴിഞ്ഞ് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ മുടി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഫിംഗർ കോയിൽ ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഉണങ്ങി കഴിയുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പം ഞാൻ എന്താ ഇത്ര സമയം ചെയ്യുന്നത്? ഞാനൊരു സിനിമയും കൂടെ കാണാം. എന്നിട്ട് മുടി ഉണങ്ങട്ടെ. മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. ഇപ്പം സമയം എത്രയെന്നറിയാമോ? 1:35. എൻ്റെ മുടി ഓൾമോസ്റ്റ് ഒരു 80% ഡ്രൈ ആയി. ബട്ട് സ്റ്റിൽ അങ്ങനെ കംപ്ലീറ്റ്ലി ഡ്രൈ ആയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ കേൾസ് എനിക്ക് ഇപ്രാവശ്യം ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ ഇത്രയും സമയം നിന്ന് ചെയ്താൽ ഞാനാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ ഒന്ന് മറ്റേ ജെൽ കാസ്റ്റൊക്കെ കളഞ്ഞ് ഇപ്പോൾ കുറച്ച് വൃത്തിയായി. ഇപ്പോൾ കുറച്ചുകൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വോളിയമൊക്കെ തോന്നുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എന്തോ ബാക്കൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല. കൊള്ളാം. ഞാൻ ഇത്രയും സമയം ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തതിന് എനിക്ക് തോന്നുന്നു റിസൾട്ട് ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരിടയ്ക്ക്, എല്ലാവരും ഇൻസ്റ്റയിലിടുന്ന കേളി ഹെയർസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഞാൻ ഇനി ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നില്ല. കുറച്ച് കാലത്തേക്ക് ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നില്ല. മുടി ഇങ്ങനെ കേളി ഹെയർ ആക്കിയിടാന്നാണ് വിചാരിക്കുന്നത്. എത്ര കാലത്തേക്കാന്ന് എനിക്കറിയില്ല. ബട്ട് എന്തായാലും ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് കുറച്ച് നേരം മുന്നേ പോലെ ഇഷ്ടപ്പെട്ടില്ല. നൈസ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ടാണ് സത്യത്തിൽ എനിക്ക് ഇന്നത്തെയാണ് ഞാൻ കേൾസ് ചെയ്തത്. എനിക്ക് അതായത് ആ മുടി ഉണങ്ങുന്നതിന് മുന്നേ ഇന്നത്തെ കേൾസ് എനിക്ക് സത്യമാണ് ഒട്ടും ഇഷ്ടമല്ലാതിരുന്നത്. പക്ഷേ ഇന്നത്തെ കേൾസ് ഞാൻ ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ കേളൊക്കെ ചെയ്ത് ട്രൈ ചെയ്തിട്ട്
ഒത്തിരി എഫേർട്ട് ഇടാത്തതും ഇത്രയും വൃത്തിയിൽ വന്നതും ഇന്നത്തെ ഗേൾസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഓവർ റിയാക്ഷൻ തരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇനി തൊട്ട് ഞാൻ കുറച്ച് കാലത്തേക്ക് എന്തായാലും കേളി ഗേൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി ഒന്ന് ഉറങ്ങണം. 2 മണിയായി, ഇനി ഒന്ന് ഉറങ്ങണം. ഇല്ലെങ്കിൽ ചിലപ്പം എൻ്റെ കിളികളൊക്കെ പോകും. അപ്പം ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഹെയർ കെയർ മാത്രം, ഹെയർ കെയർ ഞാൻ എൻ്റെ കേളി ഹെയറിൻ്റെ ഓൾമോസ്റ്റ് കാണിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് നാളെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോകുന്നത് നല്ലതല്ലേ. അപ്പോൾ ഓക്കെ, ഇനിയിപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.